നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ സത്യഭാമേനെ മറന്നിട്ടില്ല, ഓർമ്മയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സത്യഭാമയും സ്നേഹയും തമ്മിൽ മുജമാലു ചകട ചകട ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ വിഷയത്തിലേക്കൊക്കെ നമുക്ക് വരാം. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തേട്ടാ. ഈ സത്യഭാമ എന്ന് പറയുന്നവര് കലാമണ്ഡലം സത്യഭാമ, ഇവര് നൃത്തം പഠിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്. അതേപോലെ തന്നെ സ്നേഹ എന്ന് പറയുന്നത് നമ്മുടെ ഉപ്പുമുളകിനകത്തെ എല്ലാ പുള്ളിക്കാരന്റെ ശ്രീകുമാറിന്റെ ഭാര്യയാണ്. പുള്ളിക്കാരിയും വളരെ മികച്ചൊരു കലാകാരിയാണ്. അപ്പോ ഈ സ്നേഹയുടെ സംഭവം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ സ്ട്രോങ് ആയിട്ട് പറയുകയും വളരെ ക്ലാരിറ്റിയോടെ സംസാരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് സ്നേഹ. നമ്മൾ ഈ മറിമായത്തിലാണ് സ്നേഹ അഭിനയിച്ചുകൊണ്ടിരുന്നത്. മറിമായത്തിൽ നമ്മൾ ഒരു കോപ്പറായിട്ട് തോന്നിയെങ്കിലും റിയൽ ലൈഫിൽ ഭയങ്കര കാലിബർ ഉള്ള ഒരു ലേഡിയാണ് സ്നേഹ. സത്യഭാമ, കലാഭവൻ സത്യഭാമ വെളുത്തവരെ മാത്രം മതി, ബാക്കിയുള്ളവരൊക്കെ ഐറ്റം പോടാങ്ങോട്ട് കറുത്തവനെ. ഇതാണ് പുള്ളിക്കാരുടെ സെറ്റപ്പ്. സൗന്ദര്യം എന്നെയുള്ളവ മാത്രമേ ഡാൻസ് കളിക്കാൻ പാടുള്ളൂ, നാട്യം സൗന്ദര്യമുള്ളവർക്കാണ് അത്ര എന്നൊക്കെയാണ് സത്യഭാമയുടെ അല്ലേ. അതായത് കറുത്ത ആൾക്കാർ ഇഷ്ടമല്ല, കറുത്ത കാക്കാനെ ഇഷ്ടമല്ല, കറുത്ത കൊടി ഇഷ്ടമല്ല, കറുത്ത മുടി മാത്രം ഇഷ്ടമാണ്, വേറെ കറുത്ത ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല. അപ്പൊ അത് നമുക്ക് വെളുപ്പിക്കാന്നുള്ളൂ, വെളുപ്പിക്കാന്ന പ്രായമായെന്ന് എനിക്ക് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ കറുത്തിരിക്കുന്ന സംഭവങ്ങളല്ല, മുടിയല്ല. അപ്പോ ഈ കലാഭവൻ സത്യഭാമയെ ആരെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ കലാഭവൻ സത്യഭാമ അതിന് തിരിച്ചുത്തരം പറയും. കലാഭവൻ അല്ല, കലാമണ്ഡല സത്യഭാമ അതിന് തിരിച്ചുത്തരം പറയും. ഉത്തരം പറഞ്ഞ ഇങ്ങനെ നികൃഷ്ട ജീവി, തടിച്ചുരുണ്ട വീപ്പുകുറ്റി. ഈ ഒരു ബോഡി ഷെയ്മിങ് ആണ് സത്യഭാമ സ്ഥിരമായി കൊടുക്കുന്ന മറുപടികൾ. സത്യഭാമ ചെയ്ത സംഭവം എന്തെന്ന് പറയണമെങ്കിൽ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണം. ഈ ഫ്ലാഷ് ബാക്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ആളെ ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരാള് ഡാൻസ് കളിച്ചു. ഈ ഡാൻസ് കളിച്ചപ്പോഴത്തേനും ഈ കലാമണ്ഡലം സത്യഭാമ പറഞ്ഞു, അവനൊക്കെ എന്തൊരു പ്രൈസ് കൊടുത്ത്, അവൻ കറുത്തിരണ്ട ജീവി, വെളുത്ത കുട്ടികൾക്കുള്ളതാണ് നൃത്തം. നമ്മളിവിടെ വരുമ്പോഴത്തേനും കറുത്ത ആൾക്കാരെ ഞാൻ പഠിപ്പിക്കും, നമുക്ക് ദമ്പടി കിട്ടണമല്ലോ, അത് നമ്മൾ പഠിപ്പിക്കും. പക്ഷെ അവര് അരങ്ങേറ്റം സ്റ്റേജിൽ കയറി കളിക്കണ്ടല്ല, അത് സൗന്ദര്യമുള്ള എന്നെ പോലെ ഗ്ലാമർ ഉള്ള കുട്ടികൾ മാത്രം. ഇതാണ് സത്യഭാമ അല്ലേ. ഇതിനെതിരെ സ്നേഹ ഒരു വിമർശനം നടത്തി. ഈ വിമർശനത്തിൽ കലികൊണ്ടിട്ട് സത്യഭാമ പ്രതികരണം നടത്തി. ഇവര് ഫേസ്ബുക്കിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൈവരി എറിയുന്നുണ്ട്. അതിൽ നമുക്ക് അതിന്റെ ഒരു ചെറിയ ഭാഗം ഒന്ന് കാണാം. മൊത്തത്തിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് വലിയ റിലവന്റ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. റിലവന്റ് ആണ്, പക്ഷെ റിലവന്റ് അല്ല. ഓട്ടംതുള്ളിൽ പഠിച്ചു വരുത്തി. ഇവള് ഓട്ടംതുള്ളലാണ്, എന്തൊരു തുള്ളലാ പഠിച്ചതെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. അല്ല, അതെങ്ങനെ നിങ്ങൾ അറിയുന്നേ? അല്ല, അതെന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങൾ പഠിച്ചിട്ടുള്ള നൃത്തരൂപം ഏതാണ്, നിങ്ങൾ പഠിപ്പിക്കുന്ന നൃത്തരൂപം ഏതാണ് നമുക്കറിയാവോ? ഇതൊക്കെ ശരിയാണെന്ന് നമുക്കറിയാമോ? നിങ്ങൾ തന്നെ അവകാശപ്പെടുന്നു നിങ്ങൾ ഭയങ്കര അൽക്കിടിയിലാണ്. ഓട്ടംതുള്ളലൊരു മോശം കലാരൂപമാണെന്നാണോ കലാമണ്ഡലം സത്യഭാമ ഇവിടെ ആരായിരുന്നത്? എനിക്കറിയില്ല കേട്ടോ. എന്റെ അറിവിൽ ഓട്ടംതുള്ളല് അത്യാവശ്യം കുഴപ്പമില്ല. മാറിക്കിടാശടാ മാർജരാജ നമ്മൾ പാടി ഇനി അതിനെ നാണം കിട്ടുന്നില്ല. അതറിഞ്ഞത് നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ഞാൻ പറയാം. മറിമായ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബിൽ ഒരു സാധനമൊക്കെ പോകുന്നുണ്ടല്ലോ, അതെല്ലാരും കാണും. മറിമായം ടി വിയിലും ഉണ്ടായിരുന്ന ഒരു പരിപാടി കേട്ടോ, യൂട്യൂബിലിട്ട് ഇപ്പൊ വരുന്നുള്ളത്. ടി വിയിലുണ്ടായിരുന്നു. ആ നല്ല ആളാ. അതായത് ചക്ക ഏതാ മാങ്ങ ഏതാന്ന് പറയാൻ പറ്റും. ചക്കയും മാങ്ങയൊക്കെ കറുപ്പല്ലല്ലോ അല്ലേ. മാങ്ങയിൽ ചില കറുത്ത പാടുകളില്ല, അതുകൊണ്ട് മാങ്ങയില്ല കേട്ടോ. ചക്കയാണോ പഴമാണോ എന്ന് അറിയത്തില്ല. പഴത്തിലും കറുപ്പ് വീഴുന്നുണ്ട്. ഈ കറുപ്പ് വീഴാതെ പഴം കൊണ്ട് ഇപ്പോ എന്തരോ ഒന്ന് ഇവർക്കത് എന്താന്ന് പോലും അറിയില്ല. സാമാന്യം തെറ്റില്ലാത്ത ഒരു പ്രോഗ്രാംസ് ഒക്കെ നടന്ന നല്ല ആർട്ടിസ്റ്റുകൾ അതിനകത്ത് നിൽക്കുന്നത്. അതായത് വെളുത്തവരാണോ ഈ നല്ല ആർട്ടിസ്റ്റിലും? വെളുത്ത ആൾക്കാരാണോ? കറുത്ത ആൾക്കാരാണെങ്കിൽ അവർക്ക് കഴിവില്ല, അവര് ശരിയല്ല. ഐത്തം മാറിക്കിടാൻ അങ്ങോട്ട്. വെളുത്ത ആൾക്കാരാണോ? കഴിവുള്ളവരാ. അസാധ്യ കലാകാരൻ നിയാസ്, അസാധ്യ അബൂബക്കറുടെ മകൻ നിയാസ് അസാധ്യ കലാകാരൻ. പിന്നെ ഉണ്ണി എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ആർട്ടിസ്റ്റാണ്. നല്ല മർമ്മ സംസാരിക്കുന്ന ഭയങ്കര ആർട്ടിസ്റ്റാണ്. പിന്നെ അതിൽ 3-4-5 പേരുണ്ട്. എല്ലാവരുടെ പേരും എനിക്ക് അറിഞ്ഞൂടാ. അതിനകത്താണ് ഞാൻ പറയുന്ന ഈ കക്ഷി അല്ലെങ്കിൽ എന്നെ വിഷമിപ്പിച്ച, എനിക്കെതിരെ ഒരു പോസ്റ്റ് ഇട്ട ഒരുത്തി. എനിക്കെതിരെ പോസ്റ്റ് ഇട്ടു. അവൾ അതിനകത്താ, ബാക്കി എല്ലാ കഴിവുള്ളവരും അതിനകത്തുള്ളത്. പക്ഷെ എനിക്കെതിരെ പോസ്റ്റ് ഇട്ടോ. ഇത് നല്ലതായിട്ടെങ്കിൽ അയ്യോ സ്നേഹം ഭയങ്കര ടാലന്റഡാ. കാരണം വെളുത്തല്ലേ, സ്നേഹം വെളുത്തയാണ്. സ്നേഹം കറുത്തയാണെങ്കിലേ സീനുള്ളൂ. സ്നേഹം വെളുത്തയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പൊ സ്നേഹം എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് സ്നേഹം വെളുത്തയാണെങ്കിൽ സ്നേഹ പ്രശ്നമാണ്. ഏത് ലൈൻ മനസ്സിലായോ? കാര്യം പിടികിട്ടിയില്ലേ? അവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഊത്തക്കവളും ആകപ്പാടെ ഉരുണ്ടു പുരണ്ടിരിക്കുന്ന ഒരുത്തി. ഇതിന് നമ്മുടെ നാട്ടിൽ ബോഡി ഷെയ്മിങ് എന്ന് പറയും. അല്ല, കവളും ആകപ്പാട ഉരുണ്ടു പുരണ്ട്. നമുക്ക് എത്ര വയസ്സാണ്? നമുക്ക് എത്ര പ്രായം കാണും? ഈ കലാമണ്ഡലം നമുക്ക് എത്ര വയസ്സുണ്ടാവും?
അതായത് നിങ്ങൾക്ക് ഒരു അപ്രോക്സിമേറ്റ്, ഞാൻ ഒത്തിരി ഒന്നും കയറ്റി പറയുന്നില്ല, അപ്രോക്സിമേറ്റ് നിങ്ങൾക്ക് ഒരു 50 വയസ്സുണ്ട്, നിങ്ങൾ പോട്ടെ, നിങ്ങൾക്ക് ഒരു 40 വയസ്സുണ്ടെന്ന് വെക്കുക, അതൊന്നും അല്ല കേട്ടോ. ആ 40 വയസ്സിൽ ഒരു 20 വയസ്സിന്റെ മെച്യൂരിറ്റി ഒന്ന് കാണിക്കാൻ പാടില്ലേ? നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യുമ്പോഴത്തേനും തിരിച്ച് അവരെ പറയാനുള്ള സാധനം ഉണ്ടെങ്കിൽ പറയുക, അല്ലാതെ ഉടനെ അവരെ ബോഡി ഫസ്മിന ഞാൻ റിയാക്ട് ചെയ്തിരുന്നു. ഫസ്മിക്ക് എന്നെ ഒന്നും പറയാനില്ല. ഫസ്മിന പറയുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ പിങ്ക് അല്ലേ, പർപ്പിൾ ഷർട്ട് ഇട്ടിട്ടേക്ക് ചേട്ടന്റെ ജോലി എന്താ, ചേട്ടൻ ചാപം പിടിച്ചോണ്ടിരിക്കുന്ന, ഇതല്ല സുഹൃത്തെ സംസാരം. നമ്മൾ അവരുടെ ആ ആക്ടിൽ തിരിച്ചുള്ള സാധനം പറയുക, അതിന് പകരം തിരിച്ച് അവരുടെ കുറെ ശാരീരികമായി കാണുന്ന സാധനങ്ങളെ കുറെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഈ സ്നേഹ, നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെക്കാട്ടിലും ടാലന്റഡ് ആണ് സ്നേഹ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അവർക്കൊന്നുമില്ല, ആൾക്കാരെ എന്റർടൈൻ ചെയ്യിക്കാൻ അറിയാം, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാം, കാര്യങ്ങളെ കുറിച്ച് അനലൈസ് ചെയ്ത് സംസാരിക്കാൻ അറിയാം, അവർക്ക് കുറച്ച് വിവരമുണ്ട്. ഇവള് വന്നിട്ട് എന്നെ പറഞ്ഞെന്തറിയോ, അതായത് ഈ സ്ത്രീ, ഞാൻ പുരുഷനാന്ന് പറഞ്ഞിട്ടുണ്ട് അടി അതിന്. പുരുഷനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചല്ലേ, ഞങ്ങൾക്ക് ഇപ്പൊ കുറച്ചൊക്കെ മാന്യതയുള്ളത് പറ്റില്ല. സ്ത്രീ അപ്പൊ സ്ത്രീകളെ അപമാനിക്കുന്ന പോലെ ഇപ്പൊ അതും പറയാൻ പറ്റത്തില്ല, ഇതും പറയാൻ പറ്റത്തില്ല. ഇത് ആ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പ്രശ്നം, കലാമണ്ഡലം സത്യഭാമ, അവർക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ, കലാമണ്ഡലം സത്യഭാമ, ശ്രീ കലാമണ്ഡലം സത്യഭാമ എന്ന് പറയണം. മനസ്സിലായോ? സ്നേഹ നീ ചെയ്യുമ്പോൾ കൃത്യമായി അവരുടെ പേര് പരാമർശിക്കേണ്ടതാണ്. സ്ത്രീ എന്ന് പറയരുത്, അവര് തന്നെ അതിനൊരു അപമാനമായിട്ടാണ് കാണുന്നത്. എന്നെ സ്ത്രീ എന്ന് പറയാനായിട്ട് ഇതെല്ലാം എന്റെ ഫോണിലുണ്ട്. സ്ത്രീ എന്ന് വിളിച്ചത് ഫോണിൽ വെച്ചോണ്ടിരിക്കുവാണോ? സ്ത്രീ എന്ന് വിളിക്കുന്നതൊക്കെ ഫോണിൽ സൂക്ഷിക്കേണ്ട എന്തോന്നട ഇത്? നീ പറഞ്ഞതെല്ലാം ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിനാണല്ലോ എനിക്ക് ഈ അവസരം വരുന്നുള്ള നീ വിചാരിച്ചില്ല അല്ലേ? ഏത് അവസരം വന്നേ? നിങ്ങൾ ഏറി കയറാനായിട്ട് നിങ്ങൾ മറ്റൊരു അവസരം ഉണ്ടാക്കി, അല്ല നിങ്ങൾക്ക് എന്ത് അവസരമാണ് എനിക്ക് കിട്ടിയത്? ഞാൻ എനിക്കറിയാൻ പാടില്ല. വിചാരിച്ചാ നീ ഇത് കേൾക്കണം, അതിന് തന്നെയാണ് ഞാൻ പറയണത്. ഈ സ്ത്രീ എനിക്ക് കേസുള്ള എന്റെ എതിർ കക്ഷിയുടെ കൂടെ ഒന്ന് കളിക്കാവാ, എന്തു പറ്റി കളിക്കാൻ കളിച്ചാൽ തോറ്റു, അല്ല വെറുതെ കാര്യം. അയാൾക്ക് കഴിവുണ്ട്, അയാൾ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തോറ്റു, അതാണ് സംഭവം. അല്ല നിങ്ങൾ നിങ്ങൾ കളിച്ചിട്ട് അങ്ങനെക്കാട്ടിൽ വന്നിട്ട് നിങ്ങൾ കളിക്കൂ. അത് കൊണ്ട് പറയാം, അത് നേരിട്ട് കളിക്കാം. അവര് പറഞ്ഞ ചലഞ്ച് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ പറ്റും, നിങ്ങൾ ഏറ്റെടുക്കുക. അപ്പോ ആ ഓപ്പോസിറ്റ് പറഞ്ഞ ആളെ എതിർകക്ഷിയെ നിങ്ങളുടെ മുമ്പിലേക്ക് കളിക്കാൻ എത്തിക്കാനുള്ള ഉത്തരവാദിത്വം സ്നേഹം സ്നേഹം കൊണ്ടിട്ട് നമുക്ക് സ്നേഹ കുറ്റം പറയാം പാടില്ലാത്ത. നിനക്ക് ഡാൻസിന് ഇന്റർവ്യൂവിന് ചെന്നിട്ട് കിട്ടാണ്ടല്ലേ നീ ഓട്ടംതുള്ളൽ എടുത്തേ? എന്നിട്ട് നീ ഡാൻസിന് കിട്ടാത്തവർക്ക് എടുക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഓട്ടംതുള്ളൽ. അങ്ങനെ ഓട്ടംതുള്ളല് വളരെ കലാമൂല്യമുള്ള, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചെടുക്കേണ്ട കഷ്ടപ്പെടുന്ന ഒരു കലാരൂപം അല്ല. അപ്പൊ പണ്ടൊക്കെ പറയായിരുന്നു സയൻസ് കിട്ടിയില്ല, പിടിച്ചു, ഹ്യൂമാനിറ്റീസിൽ പിടിച്ചു, ഈ ഒരു സാധനമാണ് പറയുന്നത്. നിങ്ങൾക്ക് നൃത്തം കിട്ടിയില്ല, അതുകൊണ്ടല്ലേ നീ ഓട്ടംതുള്ളിലേക്ക് പോയത്. നിങ്ങൾക്ക് നൃത്തം കിട്ടിയല്ലോ, ആ നൃത്തം ചെയ്യുന്നു. അതായത് തിരിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടംതുള്ളൽ ചെയ്യാൻ പറ്റുമോ? നിങ്ങൾക്ക് ഓട്ടംതുള്ളൽ ചെയ്യാൻ പറ്റുമോ? അവർ ഓട്ടംതുള്ളൽ ചെയ്യുകയാണ്, നിങ്ങൾക്ക് അവരുടെ കൂടെ അവരെ പോലെ ഓട്ടംതുള്ളൽ ചെയ്യാൻ പറ്റുമോ? ഓരോ സാധനത്തിനും അതിൻ്റെതായ മഹത്വമാണ്. ഇവരൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇപ്പോഴും ഞാൻ ചെയ്തത് സൂപ്പറാണ്, ഞാൻ കിടിലുമാണ്, ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവര്. ഇത്രയും സൈബർ ബുള്ളിങ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെന്ന് തുള്ളിക്കൊണ്ട് നടക്കണം ഇപ്പോ? നീ ഓട്ടം തുള്ളലാണോ തുള്ളുന്നേ? കലാമണ്ഡലത്തില് ഓട്ടം തുള്ളില് പഠിച്ച ഒരുത്തി. എന്തോ പലതരം ആൾക്കാരാട്ടോ. അപ്പോ ഇതൊക്കെയാണ് കലാമണ്ഡലം സത്യഭാമയായിട്ടുള്ള സാധനങ്ങൾ. ഇതിനെക്കുറിച്ച് ഇവര് രണ്ടുപേരും ഇട്ട പോസ്റ്റ് ഒക്കെ വെച്ചിട്ട് വിശദമായിട്ടൊരു വീഡിയോ വേണമെന്ന് നിങ്ങൾ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ വളരെ ക്ലാരിറ്റിയിൽ ഒരു വീഡിയോ തരാം. ഇത് ഫസ്റ്റ് ഇംപ്രഷൻ റിയാക്ഷൻ ആയിട്ടാണ് ഞാൻ എടുത്തത്. കാരണം ഇത് ഒരു കാര്യമില്ലാത്ത കാര്യം. ഇതിനകത്ത് കലാമണ്ഡലം സത്യഭാമ ശരിക്കും ഒരാളെ ബോഡി ഷെയ്മിങ് ചെയ്യുക, ഒരാളുടെ നിറം വെച്ചിട്ട് അനലൈസ് ചെയ്യുക, ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിക്കുക. നിങ്ങൾക്കെതിരെ അലിഗേഷൻ വരുമ്പോഴത്തേനും നിങ്ങൾ ആ അലിഗേഷൻ ഇത് തെറ്റാണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അല്ലാതെ അതിന് പകരം ഓപ്പോസിറ്റ് പിന്നെ പറഞ്ഞ ആളെ അവൻ ഓട്ടം പോലെ അവനാന്ന് പറയും. എല്ലാ സംഭവം ഇതൊക്കെയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. വിശദമായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് രേഖപ്പെടുത്താം. വൈകിട്ടോ നാളെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പട്ടേ എന്ന് പഠിച്ചോ മറ്റൊരു കാണാൻ.